ഇവാൻ വുക്കോമാനോവിച്ചിന്റെ അസാന്നിധ്യം മഞ്ഞപ്പട ആരാധകരെ അസ്വസ്ഥരാക്കിയിരിക്കുകയാണ്. 2025 വരെ കരാറുണ്ടായിരുന്ന ഇവാനുമായി പരസ്പര ധാരണയോടെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വഴിപിരിച്ചത്. എന്നാൽ അദ്ദേഹത്തെ ഒഴിവാക്കിയത് അത്ര ബുദ്ധിയല്ല എന്ന വിമർശനം ഉയർന്നു കഴിഞ്ഞു. ഒഴിവാക്കിയതല്ലെങ്കിലും ആ തീരുമാനം നല്ലതല്ലെന്ന് പറയാൻ ആരാധകർക്ക് നിരവധി കാരണങ്ങളുണ്ട്. കിരീടം എന്ന സ്വപ്നം സഫലമാക്കാൻ സാധിച്ചില്ലെങ്കിലും കഴിഞ്ഞ സീസണിനെ അപേക്ഷിച്ച് 2023-24 സീസണിൽ മികച്ച പ്രകടനമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ചത്. സീസണിന്റെ ആദ്യ പാദത്തിൽ പോയിന്റ് ടേബിളിന്റെ തലപ്പത്തെത്താനും ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചു. ആദ്യ 12 മത്സരങ്ങളിൽ 2 മാത്രമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടത്. ആ മത്സരങ്ങളിൽ ഒഡീഷ FC, മുംബൈ സിറ്റി FC, മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് എന്നിങ്ങനെ വമ്പൻ ടീമുകളെ പരാജയപ്പെടുത്താനും ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിരുന്നു. സഹൽ അബ്ദുൾ സമദ് ക്ലബ്ബ് വിട്ടെങ്കിലും അതിന്റെ ഒരു ക്ഷീണവുമില്ലാതെ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അഡ്രിയാൻ ലൂണ, ദിമിത്രിയോസ് ഡയമൻഡക്കോസ്, മുഹമ്മദ് ഐമൻ, വിപിൻ മോഹനൻ എന്നിവർക്ക് സാധിച്ചിരുന്നു. ഇവാൻ ബ്ലാസ്റ്റേഴ്സിന്റെ മുഖ്യ പരിശീലകനായി എത്തുന്നതുവരെ ക്ലബിന്റെ ISL പ്രകടനം അത്ര മികച്ചതൊന്നുമായിരുന്നില്ല. 2018 സീസണിന് ശേഷം ആദ്യ 6 സ്ഥാനത്ത് ഫിനിഷ് ചെയ്യാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിരുന്നില്ല. ഇവാന്റെ വരവിന് തൊട്ടു മുൻപുള്ള സീസണിൽ പോയിന്റ് ടേബിളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് 10ാം സ്ഥാനത്തായിരുന്നു. ഇതിൽ നിന്ന് വൻ മാറ്റമാണ് ഇവാൻ കേരള ബ്ലാസ്റ്റേഴ്സ് FCയിൽ കൊണ്ടുവന്നത്. 2021-22 സീസണിലാണ് ബ്ലാസ്റ്റേഴ്സിലേക്ക് ഇവാൻ എത്തുന്നത്. ആദ്യ സീസണിൽ തന്നെ ISL ഫൈനലിലേക്ക് ടീമിനെ എത്തിച്ചു. തുടർന്നുള്ള 2 സീസണിലും പ്ലേ ഓഫ് എലിമിനേറ്ററിൽ എത്തിക്കാനും ഇവാന് സാധിച്ചു. ക്ലബിന് തുടർച്ചയായ 3 സീസണുകളിൽ പരിശീലിപ്പിക്കുന്ന ഏക പരിശീലകനും ഏറ്റവും കൂടുതൽ വിജയങ്ങൾ നേടിക്കൊടുത്ത പരിശീലകനുമാണ് അദ്ദേഹം. 2023-24 സീസണിന്റെ ആദ്യ പകുതിയിൽ ഉജ്ജ്വല ഫോമിലായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ്. എന്നാൽ 2ാം പകുതിയിൽ ദയനീയ ഫോമിലേക്ക് വീണു. പ്രധാന താരങ്ങളിൽ പലരും പരിക്കേറ്റ് പുറത്തായതാണ് മഞ്ഞപ്പടയ്ക്ക് തിരിച്ചടിയായത്. 2024 കലണ്ടർ വർഷം ടീമിന്റെ പ്രകടനങ്ങൾ ദയനീയമായതോടെ ഇവാനെതിരെ വിമർശനങ്ങൾ ശക്തമായിരുന്നു. എങ്കിലും അടുത്ത സീസണിലും അദ്ദേഹം ക്ലബിനൊപ്പം ഉണ്ടാകും എന്നായിരുന്നു ആരാധകർ കരുതിയിരുന്നത്. മഞ്ഞപ്പട ഇപ്പോൾ അടുത്ത സീസണിലെ പരിശീലകനായുള്ള അന്വേഷണത്തിൽ കൂടിയാണ്. ഇവാന്റെ പിൻഗാമിയായി ചില ISL പരിശീലകർ കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ പരിഗണനയിലുണ്ട് എന്നാണ് സൂചനകൾ. നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇത്തവണ ISLൽ സെമി ഫൈനലിലെത്തിയ ഒരു ടീമിന്റെ പരിശീലകനുമായി ക്ലബ്ബ് ആദ്യഘട്ട ചർച്ച നടത്തിയിട്ടുണ്ട്. ഒഡീഷ FCയുടെ സെർജിയോ ലൊബേറ, മുംബൈ സിറ്റി FCയുടെ പീറ്റർ ക്രാറ്റ്കി, FC ഗോവയുടെ മനാലോ മാർക്കേസ്, മോഹൻ ബഗാൻ സൂപ്പർ ജയന്റിന്റെ അന്റോണിയോ ലോപ്പസ് എന്നിവരാണ് ഇക്കുറി ISLൽ സെമിയിലെത്തിയിട്ടുള്ള പരിശീലകർ. ISL ചരിത്രത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച പരിശീലകരാണ് ഈ 4 പേരും. അന്റോണിയോ ലോപ്പസിന് 3 ISL കിരീടം നേടിയ ചരിത്രമുണ്ട്. 2023-24 സീസണിൽ ലീഗ് വിന്നേഴ്സ് ഷീൽഡ് മോഹൻ ബഗാൻ സൂപ്പർ ജയന്റിനായിരുന്നു. സീസണിൽ ഫൈനലിലേക്ക് അടുത്തിരിക്കുക കൂടിയാണ് മോഹൻ ബഗാൻ. ഇരട്ട കിരീടമാണ് മോഹൻ ബഗാൻ പ്രതീക്ഷിക്കുന്നത്. 2023-24 സീസണിൽ സെമിയിൽ പ്രവേശിച്ച ഒഡീഷയുടെ പരിശീലകനാണ് സെർജിയോ ലൊബേറ. FC ഗോവയ്ക്കും മുംബൈ സിറ്റി FCക്കുമൊപ്പം ഇന്ത്യൻ സൂപ്പർ ലീഗ് കിരീടം നേടിയ ചരിത്രം ലൊബേറയ്ക്കുണ്ട്. 2021-22 സീസണിൽ ഹൈദരാബാദിനെ ISL ചാമ്പ്യന്മാരാക്കിയ പരിശീലകനാണ് മനാലോ മാർക്കേസ്. മുംബൈ സിറ്റി FCയുടെ പരിശീലകനായി 2023 ഡിസംബറിലാണ് ചെക്ക് റിപ്പബ്ലിക്കുകാരനായ പീറ്റർ ക്രാറ്റ്കി എത്തിയത്. എന്തായാലും ആരായിരിക്കും പരിശീലകനായി എത്താൻ പോകുന്നതെന്ന് കാത്തിരുന്ന് തന്നെ കാണണം.